നടിയാക്രമണ കേസിൽ കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് വൻ ചർച്ചയായിരുന്നു. തന്റെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ ആരോ ചോർത്തിയിട്ടുണ്ടെന്നും ഇത് പുറത്തു പോകുന്നത് തനിക്ക് മാനഹാനിയും ജീവന് പോലും ഭീഷണിയാണെന്നും നടി കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ദൃശ്യങ്ങൾ പുറത്തു പോകുന്നത് തടയാൻ നടപടി വേണം, ആര് ചോർത്തി എന്നതിൽ അന്വേഷണം വേണമെന്നും നടി ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം കീഴ്ക്കോടതി തള്ളി. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ഇതിന്റെ പകർപ്പ് പരാതിക്കാരിയായ നടിക്ക് നൽകിയിരുന്നില്ല. ഇതേ തുടർന്ന് വസ്തുത അന്വേഷണത്തിന്റെ പകർപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് നടി ഹൈക്കോടതിയെ സമീപിച്ചു. റിപ്പോർട്ടിന്റെ പകർപ്പ് നടിക്ക് നൽകാൻ ഹൈക്കോടതി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിക്ക് നിർദ്ദേശം നൽകി. നടിക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകരുതെന്ന് കേസിലെ പ്രതിയായ ദിലീപ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകണമെന്നും ദിലീപ് ആവശ്യപ്പെട്ടു. എന്നാൽ വസ്തുതാന്വേഷണ റിപ്പോർട്ട് നടിക്ക് കൊടുക്കരുതെന്ന ദിലീപിന്റെ വാദം ജഡ്ജി കെ ബാബു തള്ളി. മാത്രമല്ല, തനിക്കും റിപ്പോർട്ടിന്റെ പകർപ്പ് വേണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. 2018 ജനുവരി 9-നും ഡിസംബർ 13-നുമാണ് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ആദ്യം മാറിയതെന്നും പിന്നീട് 2021 ജൂലൈയിലും ഹാഷ് വാല്യൂ മാറിയതായും ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ കണ്ടെത്തിയിരുന്നു. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിലെ 8ാം പ്രതിയായ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ അപ്പീൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരിഗണിച്ചു. ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു. ദിലീപ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും സാക്ഷികളെ സ്വാധീനിച്ചുവെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ പരാതി. സർക്കാർ അതിശക്തമായി തന്നെ ദിലീപിനെതിരെ തെളിവുകൾ നിരത്തിയാണ് വാദിച്ചത്. പ്രതിയുടെ ജാമ്യം ഉടൻ തന്നെ റദ്ദു ചെയ്യാനുള്ള നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പ്രതിഭാഗത്തിന്റെ വാദമാണ് സിംഗിൾ ബെഞ്ച് ഇന്ന് കേൾക്കുക. ദിലീപ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്നും സാക്ഷികളെ സ്വാധീനിച്ചുവെന്നുമുള്ള ക്രൈംബ്രാഞ്ചിന്റെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന കാര്യം പ്രതിഭാഗം കോടതിയിൽ ബോധിപ്പിക്കാൻ ശ്രമിച്ചേക്കും. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായിരുന്നു ദിലീപ്. നടിയെ തട്ടിക്കൊണ്ടുപോയി ദൃശ്യങ്ങൾ പകർത്താൻ 1ാം പ്രതിയായ പൾസർ സുനിക്ക് ദിലീപ് കൊട്ടേഷൻ നൽകിയെന്നാണ് കേസ്. കേസിൽ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 85 ദിവസത്തോളം റിമാൻഡിൽ കഴിയേണ്ടി വരികയും ചെയ്തു. ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ കേസിലെ നിരവധി സാക്ഷികൾ മൊഴിമാറ്റിയിരുന്നു. ഇതിന് പിന്നിൽ ദിലീപാണെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ചില സുപ്രധാന തെളിവുകളും അന്വേഷണ സംഘം കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ ക്രൈംബ്രാഞ്ച് അപ്പീൽ നൽകുന്നത്.